ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം സ്റ്റഡി ഹിസ്റ്ററി വിത്ത് മീ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സാധാരണയുള്ള ലെക്ചർ ക്ലാസ്സുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാനറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. 6 മന്ത് ഉപയോഗിച്ച് എങ്ങനെ നെറ്റ് ഹിസ്റ്ററിക്ക് പ്രിപ്പയർ ചെയ്യാമെന്നതിനൊരു കോംപ്രഹെൻസീവ് പ്ലാനറാണ് ഞാനിന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഫോണും അല്ലെങ്കിൽ ലാപ്ടോപ്പും നെറ്റും യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി അറ്റ് സീറോ കോസ്റ്റിലുള്ളൊരു പ്ലാനാണ് ഇത്. ഒരു ദിവസം 6 ഹവേഴ്സാണ് നമ്മൾ ഈ ഒരു പ്ലാനറിൽ കൊടുത്തിട്ടുള്ള സ്റ്റഡി ടൈം. 6 ഹവേഴ്സ് പഠിച്ചിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 4 ഹവറെങ്കിലും ഒരു ദിവസം നമ്മൾ പഠിക്കണം. ഒരു ദിവസം ഒരു ടോപ്പിക്കാണ് നമ്മൾ അലോട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു ടോപ്പിക്ക് നമ്മൾ ചിലപ്പം പഠിച്ച് ഫുള്ള് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട നോട്ട് മേക്കിംഗ് ആ ഒരു ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്യണം. കാരണം പിറ്റേ ദിവസത്തേക്ക് വെച്ചാൽ നമ്മളുടെ പ്ലാനറിൽ നമ്മളുടെ ഡേയ്സ് ലാഗായി പോകാൻ സാധ്യതയുണ്ട്. ഇതിൽ 6 ഹവേഴ്സ് ഉള്ളത് നമുക്ക് ഫ്രീ ആണെങ്കിൽ 2 ഹവേഴ്സ് മോർണിംഗ് ആയിട്ടും 2 ഹവേഴ്സ് ആഫ്റ്റർനൂണായിട്ടും 2 ഹവേഴ്സ് നൈറ്റായിട്ടും ഡിവൈഡ് ചെയ്യാം. നിങ്ങൾ വർക്ക് ചെയ്യുക വേറെ എന്തെങ്കിലും ജോബൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. 6 ഹവേഴ്സ് പഠിച്ചിട്ടില്ലെങ്കിൽ മിനിമം 4 ഹവേഴ്സ് എങ്കിലും ഡെയിലി ഈ ഒരു ടോപ്പിക്കിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്യണം. പഠിക്കുന്ന സ്ഥലത്ത് തന്നെ വെള്ളം, സ്നാക്സ് പോലത്തെ കാര്യങ്ങളൊക്കെ വെക്കാം. കാരണം നമ്മളിതിൻ്റെ ഇടയ്ക്ക് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് വെള്ളം കുടിക്കാൻ എണീച്ച് പോകുമ്പം പിന്നെ നമ്മൾ തിരിച്ചിവിടെ എത്തിയെന്ന് വരില്ല. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റിയൊരു മെത്തേഡാണ് പോമോഡോറോ മെത്തേഡ്. പോമോഡോറോ കൗണ്ട് ഡൗൺ യൂട്യൂബിൽ അവൈലബിൾ ആണ്. എൻ്റെ ചാനലിൽ തന്നെ ഞാനൊരു 4 hour കൗണ്ട് ഡൗൺ ടൈമർ വിത്ത് 10 minute ബ്രേക്സ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ, ലാപ്ടോപ്പ് ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ ഫോണിൽ ഈ ഒരു വീഡിയോ എന്താക്കിയിടാം, ഓപ്പൺ ആക്കി വെക്കാം. സൈഡിൽ ഒരു ടൈമർ പോലെയാണ് ഈ ഒരു വീഡിയോ ഉണ്ടാവുക. അപ്പം 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇതിൽ ഒരു ടൈമറിൻ്റെ അലാം അടിയും. അത് അടിഞ്ഞാൽ നമുക്ക് 10 minutes ബ്രേക്ക് എടുക്കാം. പിന്നെ നമ്മൾ ആഫ്റ്റർ 10 minutes തിരിച്ച് പഠിക്കാനിരിക്കുന്നു. പിന്നെയും 1 hour കഴിഞ്ഞിട്ട് പിന്നെയും 10 minutes ബ്രേക്ക് ഉണ്ടാകും. അപ്പോൾ ഇത് 2 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ പഠിക്കണ്ട. കാരണം ഇതിന് 2 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഇരിക്കുമ്പം ഭയങ്കര ഡ്രെയിൻഡ് ആവും, നമ്മൾ ഭയങ്കര ടയർഡാവും, പിന്നെ ഡിസ്ട്രാക്റ്റഡ് ആവും. അതുകൊണ്ട് മോർണിംഗിൽ 2 hour ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ആഫ്റ്റർനൂൺ മാത്രം നിങ്ങൾ പഠിക്കാനിരുന്നാൽ മതി. നമ്മൾ ഈ ഒരു ടൈമർ വെച്ച് പഠിക്കുമ്പോഴാണ് നമ്മൾ എത്രത്തോളം സമയം വേസ്റ്റ് ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയം മാത്രമേ ആക്ച്വലി പഠിക്കുന്നുള്ളൂ, അതുപോലെ എത്ര സമയമാണ് നമ്മൾ നോട്ട് മേക്കിങ്ങിൽ ടൈം വേസ്റ്റ് ആക്കുന്നത് എന്നൊക്കെ നമുക്ക് റിയലൈസേഷൻ വരും. നിങ്ങൾ ഫോൺ യൂസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പ് ഇല്ല എന്നാണെങ്കിൽ ഫോണിൽ നിങ്ങൾക്ക് അലാമിൽ സെറ്റ് ചെയ്യാം. 1 hourന് അലാം സെറ്റ് ചെയ്യാം. പിന്നെ 10 minute ബ്രേക്ക് എടുത്തിട്ട് പിന്നെയും പഠിക്കാൻ തുടങ്ങുമ്പം 1 മണിക്കൂറിനുള്ള അലാം സെറ്റ് ചെയ്യാം. പഠിക്കുന്ന സമയത്ത് മാക്സിമം ഇൻസ്റ്റഗ്രാമോ വാട്സപ്പോ അങ്ങനത്തെ ഷോർട്സോ അങ്ങനത്തെ ഒന്നും സ്ക്രോളിങ്ങിലേക്ക് പോവാതിരിക്കുക. ലാസ്റ്റിലൊരു 10 minutes ഒക്കെ ആകുമ്പം, ഈ ഒരു കൗണ്ട് ഡൗൺ തീരുന്ന ലാസ്റ്റ് 10 minutes ഒക്കെ ആകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ടയർഡാവും. ബട്ട് മാക്സിമം ആ ഒരു 1 hour ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എങ്ങനെയാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്? നമ്മളിൽ പലരും കുറേ നോട്ട്സ് എഴുതുന്ന ആളുകളാണ്. നോട്ട്സ് നമ്മൾ ഓരോ ബുക്കുകൾ റെഫർ ചെയ്തിട്ട് അതിൽ നിന്ന് എഴുതിയെടുക്കും, വെബ്സൈറ്റ് നോക്കിയിട്ട് എഴുതിയെടുക്കും, വിക്കിപീഡിയ നോക്കിയിട്ട് എഴുതിയെടുക്കും. അങ്ങനെ കുറേ സമയം നമ്മൾ നോട്ട് എഴുതാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മൾ പഠിക്കാനിരിക്കുക എന്ന് പറഞ്ഞ് ഇരിക്കുന്നപ്പോൾ ഒരു 1 hour ഇരിക്കുന്നുണ്ടെങ്കിൽ അരമണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ നമ്മൾ നോട്ട് എഴുതുന്നതിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. നോട്ട് എഴുതി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ടയർഡാവും. അപ്പം നമ്മളുടെ പഠിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരിക്കില്ല. കാരണം കുറേ സമയം നമ്മൾ എഴുതലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ മാക്സിമം എഫിഷ്യൻ്റ് ആവാൻ വേണ്ടിയിട്ട് എഴുതുക, ടൈപ്പ് ചെയ്യുക, ഈ 2 പരിപാടിയും കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. നിങ്ങളുടെ നോട്ട്സ് മൊത്തം പവർ പോയിൻറ്റിൽ ഉണ്ടാക്കുക. പവർ പോയിൻറ്റിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടിട്ട് അത് നമുക്ക് എൻ്ററടിച്ച് നോട്ട്സ് പോയിൻറ്റ്സ് പോലെയാക്കുക. അതിൽ തന്നെ ചിത്രങ്ങൾ ആഡ് ചെയ്യുക, മൈൻഡ് മാപ്സ്, സ്റ്റോറീസ് ഉണ്ടാക്കി വെക്കുക, പിക്ചേഴ്സ്, കോഡ്സ് ആക്കി വെക്കുക, ഡയഗ്രാംസ് ഒക്കെ വരച്ചിട്ട് PPT ആയിട്ട് നമ്മളുടെ നോട്ട്സ് കീപ്പ് ചെയ്യുക. മാക്സിമം PDFs ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് കോപ്പി ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഒരു ഫിസിക്കലായിട്ടുള്ള ബുക്ക് ഉണ്ടാവും. അതേ ബുക്ക് തന്നെ നിങ്ങൾ ഈ ഒരു ബുക്കിൽ നിന്ന് കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുന്നേ ആദ്യം ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ഫ്രീ PDF ഡൗൺലോഡ് ചെയ്യാൻ അവൈലബിൾ ആണോ എന്ന് നോക്കുക. അതാകുമ്പോൾ നമുക്കിത് ടൈപ്പ് ചെയ്ത് കയറ്റേണ്ട അത്രയും സമയം സേവ് ആവുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നോട്ടിൻ്റെ PPTൻ്റെ ഉള്ളിൽ
ടേംസ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കണം. മൊത്തം ഹൈലൈറ്റ് ചെയ്ത് വെക്കാൻ പാടില്ല. ഒരു സെൻറ്റൻസ് ആണെങ്കിൽ ഞാൻ ഈ ഒരു PPTയിൽ ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത പോലെ ഹൈലൈറ്റ് ഇമ്പോർട്ടൻറ്റ് ടേംസ്, ഡോണ്ട് ഹൈലൈറ്റ് എവറിത്തിങ്, അതാണ് എൻ്റെ സെൻറ്റൻസ്. പക്ഷേ ഞാൻ ഹൈലൈറ്റ് ചെയ്തത് എന്ത് മാത്രമാണ്? ഹൈലൈറ്റ് എന്ന വേർഡ് മാത്രമാണ്. അപ്പോൾ ഞാൻ പിന്നെ ഈ ഒരു എൻ്റെ ടെക്സ്റ്റ് വായിക്കുന്നതിന് പകരം ഞാനൊരു റിവൈസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഹൗ ടു മേക്ക് നോട്ട്സ് എന്ന് പറയുന്ന ഈ സ്ലൈഡ് ഞാൻ വായിക്കുക. ഈ ഒരു ഹൈലൈറ്റ് ചെയ്ത പാർട്സ് മാത്രമാണ്. സ്റ്റോപ്പ് റൈറ്റിംഗ് ആൻഡ് ടൈപ്പിംഗ്, കോപ്പി പേസ്റ്റ്, പവർ പോയിൻറ്റ്, ഹൈലൈറ്റ്, റിവിഷൻ നോട്ട്സ്, ഡൗൺലോഡ് PDFs. ഈ ഒരു കീവേഡ്സ് വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു കംപ്ലീറ്റ് സ്ലൈഡിലുള്ള കണ്ടൻറ്റ് മനസ്സിലാവണം. ഇപ്പോൾ ചിലർക്കൊരു സംശയം ഉണ്ടാവും, ഈ ഒരു ഫിസിക്കലായിട്ട് എൻ്റെ കയ്യിൽ ബുക്കുണ്ട്, പക്ഷേ ഈ ഒരു ബുക്ക് ഓൺലൈനിൽ PDF ആയിട്ട് അവൈലബിൾ അല്ല. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ടൈപ്പ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഫോൺ ഉപയോഗിച്ച് ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കോപ്പി ചെയ്യേണ്ട ടെക്സ്റ്റ് സ്കാൻ ചെയ്യുക. എന്നിട്ട് ടെക്സ്റ്റ് നമ്മളുടെ PPTയിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ, അതായത് ഒരു യൂട്യൂബിലൊരു ക്ലാസ് കാണുകയാണ്, ആ ഒരു ക്ലാസ്സിൽ അവരൊരു PPT പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അവിടെയും നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ ഒരു സ്ക്രീൻഷോട്ട് ഗൂഗിൾ ലെൻസിലിട്ടാൽ ആ ലെൻസിൽ നിന്ന് നമുക്ക് ടെക്സ്റ്റ് കോപ്പി ചെയ്യാൻ പറ്റും. ഇത് ഞാനുണ്ടാക്കിയ അജീവികാസിൻ്റെ ഒരു PPTയിൽ നിന്നുള്ളൊരു സ്ലൈഡാണ്. ഇത് ഇങ്ങനെയാണ് നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കേണ്ടത്. അജീവികാസ് എന്ന ടൈറ്റിൽ, പിന്നെ ഞാനിവിടെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അജീവിക മീൻസ് ഫോളോവർ ഓഫ് ദ വേ ഓഫ് ലൈഫ്, വിച്ച് ലിറ്റററി മീൻസ് ലൈവ്ലിഹുഡ്, ലൈഫ് ലോങ് മോഡ് ഓഫ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ് കുറേ സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് സെൻറ്റൻസൊക്കെ വായിക്കാൻ സമയമുണ്ടാവും. പക്ഷേ ഞാനിത് റിവൈസ് ചെയ്യുന്ന സമയത്ത് ഇത് മൊത്തം എനിക്ക് വായിക്കാൻ സമയം ഉണ്ടായിന്ന് വരില്ല. കാരണം എനിക്ക് കുറേ PPTs വായിക്കാനുണ്ട്. അപ്പം ഞാനിതിൽ ഹൈലൈറ്റ് ചെയ്ത് വെച്ച ഭാഗങ്ങൾ മാത്രമാണ് വായിക്കുക. ഫോളോവർ ഓഫ് ദ വേ ഓഫ് ലൈഫ്, നാസ്തിക ഓർ ഹെറ്ററോഡോക്സ്, മക്കാളി ഗോശാല, കറൻ്റ്ലി അൺഅവൈലബിൾ, എക്സ്ട്രാക്റ്റഡ് ഫ്രം മെൻഷൻസ് ഓഫ് അതർ വർക്ക്സ്, മൗര്യൻ എംപറർ, ബിന്ദുസാര. ഈ ഒരു കീവേഡ്സ് വായിച്ചതോടെ എനിക്ക് റിവൈസ്ഡായി ഈ ഒരു സ്ലൈഡിലുള്ള എല്ലാ പോയിൻറ്റ്സും. ഗന്ധാര സ്കൂൾ ഓഫ് ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ലൈഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പിക്ചർ ഞാൻ കാണിക്കാൻ കാരണം, നമ്മൾ കുറേ സാധനങ്ങൾ എഴുതി പഠിക്കുന്നതിനേക്കാളും നമ്മൾ ഓർമ്മയിൽ നിൽക്കുക നമ്മൾ ഈ പിക്ചേഴ്സായിട്ടും ഡയഗ്രാംസായിട്ടും ഇങ്ങനെ അടയാളപ്പെടുത്തിയൊക്കെ പഠിക്കുമ്പോഴാണ്. ഈ ഒരു പിക്ചറിൽ ഗാന്ധാര സ്കൂളിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ഒറ്റ സ്ലൈഡിലായിട്ട് പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഇതൊക്കെ സെൻറ്റൻസസ് ആയിട്ട് എഴുതുകയാണെങ്കിൽ നമുക്കത് കോംപ്രഹെൻഡ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. അതായത് ഗാന്ധാര സ്കൂളിലുള്ള സ്കൾപ്ചേഴ്സിന് വേവി ഹെയർ ഉണ്ട്, ഹാഫ് ക്ലോസ്ഡ് ഐസ് ഉണ്ട്, എലോങ്ങേറ്റഡ് ഇയേഴ്സ് ഉണ്ടെന്നൊക്കെ സെൻറ്റൻസ് ആയിട്ട് എഴുതിയാൽ ഒരാളെ സംബന്ധിച്ച് അത് പെട്ടെന്ന് റീകൺസ്ട്രക്റ്റ് ചെയ്യാനോ റിവൈസ് ചെയ്യാനോ കുറച്ച് പ്രയാസമാണ്. നേരെ തിരിച്ച് ഇങ്ങനെ പിക്ചേഴ്സായിട്ട് വെക്കുമ്പോൾ നമ്മളുടെ നോട്ട് കുറച്ചുകൂടി ക്രിസ്പാവുകയും ഈസി ആക്സസിബിൾ ആവുകയും ചെയ്യും. UGC നെറ്റ് ഹിസ്റ്ററിയുടെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ളൊരു പ്ലാനറാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ ഒരു മാസത്തിൽ 25 ദിവസം മാത്രമേ ഞാൻ ടോപ്പിക്സ് കൊടുത്തിട്ടുള്ളൂ. കാരണം ചില ദിവസം നമുക്ക് വല്ല കല്യാണമോ അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ വന്നിട്ട് പഠിക്കാൻ പറ്റിയില്ല എന്ന് വരും. അല്ലെങ്കിൽ ചില ടോപ്പിക്സ് നമ്മൾ ലെങ്തി ആയിട്ട് പഠിച്ചിട്ട് 2 ദിവസം ഒരു ടോപ്പിക്കിന് പോയി എന്നൊക്കെ വരും. അപ്പം നമുക്ക് എക്സ്ട്രാ കുറച്ച് ഡേയ്സ് എല്ലാ മന്തിലും ഞാൻ സ്പെയർ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നമ്മളുടേതായ രീതിയിൽ ഇത് പ്ലാൻ ചെയ്യാൻ കൂടി സാധിക്കും. ഞാൻ ഈ പ്രിപ്പയർ ചെയ്ത ഈ ഒരു ഓർഡറിൽ തന്നെ പഠിക്കണമെന്ന് ഞാൻ പറയുകയില്ല. കാരണം ഞാൻ ഫസ്റ്റിൽ ആൻഷ്യൻ്റ്, പിന്നെ വരുന്ന മെഡീവൽ, പിന്നെ മോഡേൺ, അങ്ങനെയാണ് ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. സിലബസിൻ്റെ ഓർഡറിലാണ് ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് കുറേ ആൻഷ്യൻ്റ് തന്നെ പഠിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു മടുപ്പ് വരും. അപ്പം നമ്മൾ നെക്സ്റ്റ് മന്തിലോ അടുത്ത മന്തിലോ ഉള്ള ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് ഒരു ദിവസത്തെ ടോപ്പിക് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇത് ഞാൻ ഉണ്ടാക്കിയ പോലെ നിങ്ങൾ ഫോളോ ചെയ്യേ വേണ്ട. നിങ്ങൾക്ക് വേണ്ട പോലെ വേണമെങ്കിൽ ആൻഷ്യൻ്റ് വേണമെങ്കിൽ ബാക്കിലേക്ക് ഇടാം, മെഡീവൽ വേണമെങ്കിൽ മുന്നിലേക്ക് ഇടാം. നിങ്ങൾക്ക് വേണ്ട പോലെ റീഓർഗനൈസ് ചെയ്തിട്ട് ഇത് പഠിക്കാവുന്നതാണ്. മന്ത് വണ്ണിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് ആൻഷ്യൻ്റ് ഹിസ്റ്ററിയാണ്. 1 പാലിയോളിത്തിക്, മെസോളിത്തിക്, നിയോളിത്തിക്, ചാൽക്കൊലിത്തിക്. ഇത് ആക്ച്വലി 4 ടോപ്പിക്സും ചെറിയ ടോപ്പിക്സാണ്. പക്ഷേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 1-2 ടോപ്പിക്സ് കവർ ചെയ്യാൻ നോക്കിയാൽ കുറച്ച് ഹെക്ടിക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റിൽ സിമ്പിളായിട്ടുള്ള ചെറിയ ടോപ്പിക്സ് ഒരു ദിവസം എന്നുള്ള പോലെ കൊടുത്തത്.
ആ ഒരു ദിവസം നമ്മൾ ഫിനിഷ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചിലപ്പം പഠിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ആ ഒരു ടോപ്പിക്കുമായിട്ടുള്ള നോട്ട് മേക്കിംഗ് ആ ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നെക്സ്റ്റ് ഡേ കൂടി വന്നാൽ നമ്മൾ പിന്നെയും അതിൽ ലാഗായിട്ട് നമ്മളുടെ ഈ ഒരു ഷെഡ്യൂൾ നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റാതെ വരും. അതുപോലെ ഓരോ ദിവസവും ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും പഠിച്ചതിന് ശേഷം ചെയ്തു നോക്കുക. മന്ത് 1 1 to 10 ആണ് ഈ ഒരു സ്ലൈഡ് കൊടുത്തത്. 1ാമത്തെ ദിവസം മുതൽ 10ാമത്തെ ദിവസം വരെ. ഇതിൽ നമ്മൾ പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക്, ചാൽക്കോലിത്തിക്, ആൻഷ്യൻ്റ് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടത്. ഹാരപ്പയിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ട സ്ഥലങ്ങളാണ് സൈറ്റ്സ് ആണ് എപ്പോഴും ഹാരപ്പയിൽ ചോദ്യങ്ങൾ വരുന്നത്. മറ്റൊന്നാണ് ഡിക്ലൈൻ തിയറി. ഡിക്ലൈൻ തിയറിയിൽ ആരാണ് ഈ തിയറി മുന്നോട്ട് വെച്ചത്, അതുപോലെ എന്താണ് ആളുകളുടെ തിയറികൾ, അതെന്തായാലും ഓർത്ത് വെക്കണം. പിന്നെ ട്രേഡ്, ക്രാഫ്റ്റ് തുടങ്ങിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. ആര്യൻ ഡിബേറ്റും ഡിക്ലൈൻ തിയറി പറഞ്ഞ പോലെ ആരാണ് ഈ ഒരു തിയറി മുന്നോട്ട് വെച്ചത്, അതുപോലെ ഇദ്ദേഹത്തിൻ്റെ തിയറിയിലുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ വേദിക് ഏജിൽ പ്രധാനമായിട്ടും വരുന്നത് സൊസൈറ്റിയാണ്. വർണ്ണ, വുമൺ, റിലീജിയൻ തുടങ്ങിയ ടോപ്പിക്സാണ്. അയേൺ ഏജിൽ സൗത്ത് ഇന്ത്യനെ എംഫസിസ് കൊടുത്തിട്ട് പഠിക്കേണ്ടതുണ്ട്. മഹാജനപദയിൽ ഓരോ ജനപദാസിൻ്റെയും ഫീച്ചേഴ്സ് പഠിച്ചു വെക്കണം. സംഘാസ്, ഗണാസ്, ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ്. പിന്നെ പ്രധാനപ്പെട്ട ടോപ്പിക്സാണ് ബുദ്ധിസവും ജൈനിസവും എത്ര പ്രധാനമാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇതിലും പ്രധാനപ്പെട്ട ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ട രാജാക്കന്മാരെ ഓർത്ത് വെക്കേണ്ടതുണ്ട്. ബുദ്ധിസവും ജൈനിസവും പോലെ തന്നെ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ആജീവികാസ്. സോഴ്സസ് ഓഫ് റീകൺസ്ട്രക്റ്റിംഗ് ആൻഷ്യൻ്റ് ഇന്ത്യ. ഇതൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇത് ആക്ച്വലി ഫസ്റ്റിൽ വരേണ്ട ടോപ്പിക്കായിരുന്നു. കാരണം ഇതൊരു കുറച്ചൊരു വൈഡായിട്ടുള്ള ടോപ്പിക്കായതുകൊണ്ട് ഞാൻ കുറച്ച് ബാക്കിലേക്ക് ഇട്ടതാണ്. കാരണം നമ്മൾ മുന്നേ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുമ്പോൾ കുറച്ച് ഇതിലുള്ള പോയിൻറ്റ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഇതിന് നമുക്ക് പ്രധാനമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബുക്കാണ് ഉപീന്ദർ സിംഗിൻ്റെ ആൻഷ്യൻ്റ് ആൻഡ് ഏർലി മെഡീവൽ ഇന്ത്യ. മഗധ, അതിൻ്റെ കൂടെ തന്നെ ഗ്രീക്കോ പേർഷ്യൻ ഇൻവേഷൻ. ഞാനത് മിക്സ് ആക്കിയിട്ടിട്ടാണ്. കാരണം ചെറിയ ടോപ്പിക്കാണ് രണ്ടും, പ്ലസ് നമുക്ക് കുറേ ടൈം ഇല്ലാത്തതുകൊണ്ട് മാക്സിമം ഞാൻ ചെറിയ ടോപ്പിക്സ് മിക്സ് ചെയ്തിട്ടാണ് ഇട്ടത്. ഇനി അങ്ങോട്ട് ഞാൻ എല്ലാ ടോപ്പിക്സും വായിക്കുന്നില്ല. നിങ്ങൾക്ക് ഇത് നോട്ട് ഡൗൺ ചെയ്തിട്ട് ഓരോ ടോപ്പിക്കും കവർ ചെയ്യുന്നതിനനുസരിച്ച് ടിക്ക് ചെയ്ത് പോകാവുന്നതാണ്. ഗുപ്ത വാക്കടക, ആ ഒരു പൊളിറ്റി, സൊസൈറ്റി, എക്കോണമി, കോയിൻസ്, ഈ ഒരു ടോപ്പിക്ക് വരെയാണ് നമ്മൾ മന്ത് 1 കവർ ചെയ്യുന്നത്. മന്ത് 1 അപ്പോൾ കംപ്ലീറ്റ്ലി ആൻഷ്യൻ്റ് ഇന്ത്യയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോവുകയാണെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ടോപ്പിക്സ് വായിക്കുന്നില്ല. മന്ത് 2 പുരാണിക് ഹിന്ദുയിസം, സാൻസ്ക്രിറ്റ് ലാംഗ്വേജ്, സയൻസ്, ടെക്നോളജി, ആസ്ട്രോണമി, മാത്ത് ആൻഡ് മെഡിസിൻ. ഹർഷ എന്ന് പറയുന്നത് പുഷ്യഭൂതി ഡൈനാസ്റ്റി. പിന്നെ ഗംഗാസ്, ചാലുക്യാസ്, രാഷ്ട്രകൂട, ഹൊയ്സാല, പല്ലവ, ചോള, പാണ്ഡ്യ. ഇതിലൊക്കെ ഞാൻ കുറേ ടോപ്പിക്സ് മിക്സ് ചെയ്തിട്ടിട്ടുണ്ട്. ലൈക്ക് 7ാമത്തെ ദിവസം നമുക്ക് കാണാം ഹൊയ്സാല, യാദവ, ചേരാസ്. ഇത് 3ഉം കവർ ചെയ്യുന്നുണ്ട്. കാരണം ഇത് 3ഉം അത്ര വൈഡായിട്ട് നമുക്ക് നെറ്റിന് പഠിക്കേണ്ട ടോപ്പിക്സ് അല്ല. ചാലുക്യാസ്, പല്ലവ, ചോള, പാണ്ഡ്യാസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സാണ്. കുറച്ച് ലാർജായിരിക്കും, കാരണം ആർട്ട്, ആർക്കിടെക്ചർ, ടെമ്പിൾ, സൊസൈറ്റി, കുറേ കിങ്സ്, ലീനേജൊക്കെ ഉണ്ടാവും. സോ അതിന് കുറച്ചൊന്ന് എക്സ്ട്രാ ടൈം എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം കുറച്ച് വലിയ ടോപ്പിക്സാണ് ഇത് 4-5 എണ്ണം. നെക്സ്റ്റ് പാല, സേന, മൈത്രകാസ്. ഇതിൽ പാലാസ് കുറച്ച് വൈഡായിട്ടുള്ള ടോപ്പിക്കാണ്. സേന ആൻഡ് മൈത്രകാസ് അത്ര എക്സ്റ്റെൻസീവായിട്ട് നെറ്റിന് മുന്നേ ചോദിക്കാറില്ല. പാല കിങ്സും അവരുടെ യൂണിവേഴ്സിറ്റീസൊക്കെ ഫൗണ്ട് ചെയ്തതൊക്കെ ആയിട്ട് കുറച്ച് കണക്ഷൻസ് ഉണ്ട്. അത് മസ്റ്റായിട്ടും പഠിക്കണം. പിന്നെ ഒഡീഷ കിങ്ഡംസ്, അതിൽ വർമൻസ് ഓഫ് കാമരൂപ, ഇത് രണ്ടും കൂടി ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ നല്ലതായിരിക്കും. ഗുർജാര, പ്രതിഹാര, പരമാര, ഇത് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. പിന്നെ കാലാചൂരി, ചേതി, ഗഹദവലാസ്, ഭക്തി, വൈഷ്ണവിസം, ശൈവിസം. ഇതൊരു ദിവസത്തിലേക്കാണ് ഇട്ടിട്ടുള്ളത്. ബട്ട് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ്. മാക്സിമം PPTസൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് കളക്ട് ചെയ്തിട്ട് അതിൽ നോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഓൾറെഡി ഉപീന്ദർ സിംഗിൻ്റെ ബുക്കൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് തൊട്ട് വായിച്ച് അതിൽ നിന്ന് വന്ന് നോട്ട് ഉണ്ടാക്കി വരികയാണെങ്കിൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. സോ ഭക്തി, സൂഫി, ആ ഒരു ടോപ്പിക്സൊക്കെ മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സ് യൂസ് ചെയ്തിട്ട് അത് സ്കാൻ ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാനാണ് ഞാൻ പറയുള്ളൂ. കാരണം അത്രയും വൈഡായിട്ടുള്ള ടോപ്പിക്കാണ്.
ഇതിൽ വൈഷ്ണവിസം ശൈവിസത്തിലും പല പല സെയിൻറ്റുകളുണ്ടാവും. അത് ഏത് ഗ്രൂപ്പിൽ നിന്നുള്ളതാണ്, അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. പിന്നെ വരുന്നത് ടെമ്പിൾ ആർക്കിടെക്ചറാണ്. ടെമ്പിൾ ആർക്കിടെക്ചറിൽ കുറേ കാറ്റഗറൈസേഷനും പല ടൈപ്പുകളും ഉണ്ട്. പല ടൈപ്പുകളും അതിനുള്ള എക്സാമ്പിൾസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എഡ്യൂക്കേഷൻ ഇൻ ആൻഷ്യൻ്റ് ആൻഡ് ഏർലി മെഡീവൽ ഇന്ത്യ. ഇത് കാണുമ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്, പക്ഷേ പല പരീക്ഷകൾക്കും ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് എഡ്യൂക്കേഷൻ. ഇതിൽ എന്തൊക്കെ മെത്തേഡ്സ് ആയിരുന്നു, അതുപോലെ തന്നെ പല പല യൂണിവേഴ്സിറ്റീസിൻ്റെ പേര് തുടങ്ങി കുറേ വൈഡായിട്ട് പോകാനുണ്ട്. ഇതിനും ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സ് അല്ലെങ്കിൽ വീഡിയോസ് PPTs ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. നെക്സ്റ്റ് വരുന്നത് ഗസ്നവിദ് കോൺക്വസ്റ്റ്. ഇത് നമുക്കറിയാം കോറായിട്ടുള്ളൊരു ഏരിയയാണ്. ഇതിൽ പല പല ഇവൻറ്റ്സ് വരുന്നുണ്ട്, ഈ ഇവിടെ വരുന്നത്, പിന്നെ സംഭവിക്കുന്നത്, പിന്നെ ഇത് എന്ന് പറഞ്ഞിട്ട്. സോ ഈ ഇവൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പഠിച്ചിരിക്കേണ്ട ഒരാളാണ് അൽബറൂനി. അൽബറൂനിനെ കുറിച്ച് ക്യാപ്സ്യൂളായിട്ട് കുറേ നോട്ട്സ് അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കേ ഉള്ളൂ. പിന്നെ അൽബറൂനിക്ക് പുറമെ കുറേ ഫോറിൻ ട്രാവലേഴ്സും അവിടെ അക്കൗണ്ട്സും ഉണ്ട്. അതൊന്നും ഓരോരുത്തരെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. കുറച്ചായിട്ട് എല്ലാവരെക്കുറിച്ചും കോർ പോയിൻറ്റ്സ് മാത്രം നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ നെക്സ്റ്റ് പോയിൻറ്റ് മെഡീവൽ ലിറ്റററി സോഴ്സസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാരണം പലപ്പോഴും ഈ പുസ്തകം എഴുതിയത് ആരാണ്, അല്ലെങ്കിൽ ഈ ഓഥറുടെ പുസ്തകം ഏതാണ്, ഈ രാജാവിൻ്റെ സമയത്തുള്ള പുസ്തകം ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് ലിറ്റററി സോഴ്സസ്, പ്രത്യേകിച്ച് പേർഷ്യൻ സുൽത്താനേറ്റ് പീരീഡിൽ നിന്നൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നെക്സ്റ്റ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ഓഫ് സുൽത്താനേറ്റ് ആൻഡ് മുഗൾസ്. ഇത് വൈഡായിട്ടുള്ള ടോപ്പിക്കാണ്, ബട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള കുറേ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയാണ്. സോ ഇറ്റ് വിൽ ബി ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്റ്റഡി. നെക്സ്റ്റ് നമുക്ക് വരുന്ന ടോപ്പിക്ക് ഡൽഹി സുൽത്താനേറ്റ് ആണ്. ഇതിന് ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 2 ദിവസത്തിലേക്ക് ആക്കിയിട്ടുണ്ട്, കാരണം കുറേ ഡൈനാസ്റ്റീസ് വരുന്നുണ്ട്. ഡൽഹി സുൽത്താനേറ്റ് അഡ്മിനിസ്ട്രേഷൻ, എക്കണോമി, പൊളിറ്റി, ആർമി. ദെൻ ഡൽഹി സുൽത്താനേറ്റ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, സ്റ്റേറ്റ് നാച്ചർ, ഷേർഷായുടെ ഒരു പീരീഡ് വരുന്നുണ്ട്. സ്റ്റേറ്റ് നാച്ചർ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഹാരപ്പയുടെ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞപ്പം ഡിബേറ്റ്സ് ഓർക്കണമെന്ന് പറഞ്ഞു. സ്റ്റേറ്റ് നാച്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഡിബേറ്റ്സ്. പിന്നെ മുഗൾ പീരീഡിനെയും നമ്മൾ 2 ടോപ്പിക്സായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എംഫസിസ് ഓൺ അക്ബറിനെ എംഫസിസ് ചെയ്യണം എന്ന് പറഞ്ഞത് എപ്പോഴും എന്ത് പരീക്ഷ ഉണ്ടെങ്കിലും പലപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയയാണ് അക്ബറും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ്. പിന്നെ അഡ്മിനിസ്ട്രേഷൻ, എക്കോണമി, പൊളിറ്റി, ആർമി, മുഗൾ ഡിക്ലൈൻ ഡിബേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിബേറ്റാണ്. ഓരോരുത്തർ എന്താണ് പറയുന്നത്, അവരുടെ തിയറീസ് എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്റ്റേറ്റ് നാച്ചർ, മുഗൾ സ്റ്റേറ്റ് എന്ത് നാച്ചറായിരുന്നു, അവിടെ രാജഭരണമായിരുന്നു അല്ലെങ്കിൽ കുറച്ച് ഡെമോക്രാറ്റിക് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ പോയിൻറ്റ്സ്, കുറേ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ആളുകളെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഈ ഒരു ആർഗ്യുമെൻറ്റ് മുന്നോട്ട് വെക്കുന്നത് ആരാണെന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ പ്രധാനപ്പെട്ട പോളിസീസ്. 3rd മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് വിജയനഗര, അഡ്മിനിസ്ട്രേഷൻ, എക്കോണമി, പൊളിറ്റി, ആർമി. വിജയനഗര എന്ന ടോപ്പിക് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ഓഫ് വിജയനഗര. 3rd ബഹ്മാനി, അഡ്മിനിസ്ട്രേഷൻ, എക്കോണമി, പൊളിറ്റി, ആർമി, ആർക്കിടെക്ചർ. ദെൻ ഡെക്കാൻ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ചെറിയ ടോപ്പിക്കല്ല, 2-3 സ്റ്റേറ്റ്സ് അതിൽ വരുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സും ഉണ്ട്. സോ അത് കുറച്ചുകൂടി ഒന്ന് ഓരോന്നായിട്ട് പഠിക്കേണ്ടി വരും. കാരണം അതിൽ തന്നെ 3-4 അഡ്മിനിസ്ട്രേഷൻ, എക്കോണമി, പൊളിറ്റി എന്ന് പറഞ്ഞിട്ട് കാറ്റഗറൈസേഷൻ വരുന്നുണ്ട്. നെക്സ്റ്റ് ഉള്ളത് പെയിൻറ്റിങ് ഇൻ ഇന്ത്യ ഫ്രം ആൻഷ്യൻ ടു മോഡേൺ. ഇത് നമ്മൾ ഓൾറെഡി ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഓൾമോസ്റ്റ് എല്ലാം ക്യാപ്സ്യൂളായിട്ട് നമ്മൾ ആൻഷ്യൻ ടു മോഡേൺ ഓർഡറിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് പുറമെ നിങ്ങൾക്ക് വീഡിയോസ് റെഫർ ചെയ്യാം. ബട്ട് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ബേസ് ചെയ്തതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഈസ്റ്റേൺ ഗംഗാസ്, സൂര്യവംശീസ്, മറാത്ത, അഷ്ടപ്രധാൻ. ഇതിൽ മറാത്താസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, ഏരിയയാണ്. മറാത്താസ് റിലേഷൻസ്, പൊളിറ്റി, അഡ്മിനിസ്ട്രേഷൻ, ഡിക്ലൈൻ. പൊളിറ്റി, അഡ്മിനിസ്ട്രേഷൻ മറാത്താസിൻ്റെത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് മാൻസബ്ദാരി, ജാഗിർദാരി. ഇത് രണ്ടും കാണുമ്പോൾ ചെറിയ ടോപ്പിക്സ് ആയിട്ട്
തോന്നും. ഇത് ജസ്റ്റ് കോൺസെപ്റ്റായിട്ട് പഠിച്ചാൽ പോരാ, ഇൻ ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ ഇത് ഒന്നുകൂടി നോക്കുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ്, മെഡീവൽ പീരീഡിലുണ്ടായിരുന്ന ട്രേഡ്, എക്കോണമി, ബിൽസ്, ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങൾ. ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഈ ഓരോ സാധനങ്ങൾക്ക് ഓരോരോ പേരുകളുണ്ടാകും. പേർഷ്യനിലായിട്ടും അതുപോലെ ലോക്കൽ ഹിന്ദുവിലൊക്കെ ആയിട്ട് കുറേ, ഉറുദുവിലൊക്കെ കുറേ പേരുകളുണ്ടാകും. അതും നമ്മൾ ഓർത്തിരിക്കണം. കാരണം ഈ ഒരു പേര് തന്നിട്ട് ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ ചോദ്യം വരാറുണ്ട്. എന്നിട്ട് അതിലുണ്ടാവുക ഇൻഷുറൻസ്, ബിൽസ്, ബാങ്കിങ്, കറൻസി എന്നൊക്കെ, അങ്ങനെയൊക്കെ വളരെ ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ വേർഡിൻ്റെ മീനിങ് അറിയെങ്കിൽ മാത്രമേ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റൂ. നെക്സ്റ്റ്, 10th ഡേറ്റിന് സൂഫിസം, അതിൻ്റെ ബ്രാഞ്ചസ്, അതുമായിട്ട് പ്രധാനപ്പെട്ട സൈറ്റുകൾ, സെയിൻറ്റുകൾ, പിന്നെ പല പല കോൺസെപ്റ്റ്. അതായത് കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സൂഫിസത്തിലും ഭക്തി മൂവ്മെൻറ്റിലൊക്കെ കുറേ കോൺസെപ്റ്റ്സ് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. 11ാമത്തെ തീയതി സിഖ് ഗുരൂസ്, പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റ്. സിഖ് ഗുരൂസിന് ഓർഡറിൽ പേര് മാത്രം പഠിച്ചാൽ പോരാ, ഓരോരുത്തരും ഇൻ ഡീറ്റെയിൽ ആയിട്ട് പല രാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ സിഖ് ഗുരുക്കൾക്കും ഓരോ ചരിത്രമുണ്ട്. അതും പഠിച്ചിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു രാജാവിൻ്റെ സമയത്ത് ഈ ഒരു ഗുരു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓപ്ഷൻസ് തന്നാൽ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കുറേ സാധനം നമ്മൾക്ക് സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് കളയാൻ പറ്റും. അങ്ങനെ നമുക്കറിയാം ഈ ഗുരുവിൻ്റെ ടൈമിന് അക്ബർ അല്ലായിരുന്നു രാജാവ്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബേസിക് പോയിൻറ്റ്സ് നമുക്കറിയാമെങ്കിൽ ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റൊക്കെ കൊടുത്തത് കുറേ എലിമിനേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. പരമാവധി നമുക്ക് ഒരു റിഫോർമറെ അല്ലെങ്കിൽ വൈസ്രോയിനെ അങ്ങനെ ആരെങ്കിലും ഓർത്തിരിക്കുമ്പോൾ അവരുടെ കുറച്ച് കണ്ടംപററി ആളുകളെക്കുറിച്ച് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ്, 12th മെഡീവൽ പീരീഡിലുണ്ടായിരുന്ന സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ഉലമ, നൊബിലിറ്റി, സോൾജേഴ്സ്. ഇത് വളരെ വലിയൊരു ടോപ്പിക്കാണ്. ഉലമയും വലിയ ടോപ്പിക്കാണ്, നൊബിലിറ്റിയും വലിയ ടോപ്പിക്കാണ്, സോൾജേഴ്സും വലിയ ടോപ്പിക്കാണ്. സോ കുറച്ച് അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു ഏരിയ ആണ്. നെക്സ്റ്റ്, 13th രാജ്പുത് എമർജൻസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടും കുറച്ച് തിയറീസ് നമ്മൾ പഠിക്കാനുണ്ട്. ലൈക്ക് ഡിബേറ്റ്സ്, രാജ്പുത്സ് എങ്ങനെയായിരുന്നു വന്നത്, അവർ ആദ്യം ഇവിടെയുള്ള ആളുകളായിരുന്നു, അങ്ങനെയൊക്കെ കുറേ ഡിബേറ്റ്സ് ഉണ്ട്. പിന്നെ ഷാഹ്മാനാസും തോമർസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാജസ്ഥാൻ കിങ്ഡംസ് കുറേ ഉണ്ട്, പക്ഷേ എല്ലാം ഓർത്തിരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഷാഹ്മാനാസും തോമർസും എന്തായിട്ടും മസ്റ്റായിട്ടും നമ്മൾ കവർ ചെയ്യേണ്ട ഏരിയാസാണ്. നെക്സ്റ്റ്, 14ാം തീയതി സെനാന ദേവദാസി. പിന്നെ 15ന് പോർച്ചുഗീസ്, ഡച്ച്. 3rd മന്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഡെയിൻസ്, ഫ്രഞ്ച്, പിന്നെ ബ്രിട്ടീഷ്, കോൺക്വസ്റ്റ് ഓഫ് ബംഗാൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കോൺക്വസ്റ്റ് ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. പിന്നെ 18, 19 ഇവിടെയൊക്കെ നമ്മൾ ബ്രിട്ടീഷുമായിട്ടുള്ള പല പല കോൺഫ്ലിക്റ്റാണ് പറയുന്നത്. 18ന് മൈസൂർ വേഴ്സസ് ബ്രിട്ടീഷ്, 19ന് മറാത്ത വേഴ്സസ് ബ്രിട്ടീഷ്, സിന്ധ്, പഞ്ചാബ്, ബ്രിട്ടീഷ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ 21st, 22nd അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഫ്രം അറൈവൽ ടു ഇൻഡിപെൻഡൻസ്. ഇത് കുറച്ച് ലോങ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ ഇത് നമ്മൾ 2 ദിവസം എടുത്തിട്ടാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. പിന്നെ അപ്രൈസിങ്സ് ആൻഡ് റിവോൾട്ട്സ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ബിഫോർ 1857. ബിഫോർ 1857 ആണ് നമുക്ക് 23ന് പഠിക്കാനുള്ളത്. 24ന് 1857 റിവോൾട്ട്, 25ന് സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ്സ്. 4th മന്ത് പെസൻറ്റ് മൂവ്മെൻറ്റ്സ് ആഫ്റ്റർ 1857. പിന്നെ ഇന്ത്യൻ പ്രസ് എന്ന് പറയുമ്പം ഓരോ ഓർഗനൈസേഷൻ പഠിക്കാനുണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, പിന്നെ അവരുടെ പബ്ലിക്കേഷൻസ്, അതിൻ്റെ ലൊക്കേഷന്, ഇയർ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയോളജീസ്. ഇതൊരു ടേബിൾ പോലെയൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന സ്പെക്ട്രത്തിൻ്റെ ബുക്കിൽ ലാസ്റ്റിലായിട്ട് ഈ ഒരു ടേബിൾ അവൈലബിൾ ആണ്. സോ ക്യാപ്സ്യൂളായിട്ട് അവൈലബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. നെക്സ്റ്റ്, എഡ്യൂക്കേഷൻ, മോഡേൺ എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ബ്രിട്ടീഷ്, ദെൻ മേക്കിംഗ് ഓഫ് കോൺട്രീസ്. Then 5th, economic nationalism and moderates. 6th, extremist, radical and militant nationalism, 2 phases of revolutionary. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം how important they are, so I'm not going to explain it further. Then 7th, Gandhi. 8th, home rule movement. 9, non-cooperation, Khilafat. 10, Swarajist and socialists. 11th, Simon Commission, Nehru report.
12 സിവിൽ ഡിസൊബീഡിയൻസ്, റൗണ്ട് ടേബിൾ കോൺഫറൻസസ്, കോൺഗ്രസ് സെഷൻസ്, കോൺഗ്രസ് റൂൾ ആൻഡ് ഡിസ്മിസൽ, നാഷണൽ മൂവ്മെൻറ്റ് ഇൻ ദ ഈവ് ഓഫ് വേൾഡ് വാർ സെക്കൻഡ്. ഇനി നമ്മൾ ലാസ്റ്റ് ലാപ്പിലേക്ക് വരുവാണ്. ക്വിറ്റ് ഇന്ത്യ, INA, മുസ്ലിം ലീഗ്, പാകിസ്ഥാൻ ഡിമാൻഡ്, രാജഗോപാലാചാരി ഫോർമുല, ദേശായി ലിയാഖത്ത്, വിവിൽ, കമ്മ്യൂണലിസം. ഇതെല്ലാം കൂടി ഒരു ക്യാപ്സ്യൂളാക്കാൻ കാരണം ഇതെല്ലാം ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. നെക്സ്റ്റ് 19th ക്യാബിനറ്റ് മിഷൻ പാർട്ടീഷൻ, 20th ലെഫ്റ്റ് ആൻഡ് വർക്കേഴ്സ് മൂവ്മെൻറ്റ്സ്, ലെഫ്റ്റ് പൊളിറ്റിക്സ്. നെക്സ്റ്റ് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. നെക്സ്റ്റ് ഫോറിൻ പോളിസി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ദെൻ BR അംബേദ്കർ ആൻഡ് കാസ്റ്റ് മൂവ്മെൻറ്റ്സ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ദെൻ 5-year പ്ലാൻസ്, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ, ഫൈനലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഹിസ്റ്ററിക്ക് പുറമെ നമുക്ക് ഹിസ്റ്റോറിയോഗ്രാഫിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്സ് കൂടി ഇതിൽ പഠിക്കാനുണ്ട് സിലബസിലുള്ളത്. സോ ഇതാണ് നമ്മൾ 5th month സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രെൻഡ്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി, ഗ്രീക്ക്, റോമൻ ആൻഡ് ചർച്ച് ഹിസ്റ്റോറിയോഗ്രഫി, റിനൈസൻസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ ഹിസ്റ്ററി റൈറ്റിംഗ്, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സ്കൂൾസ് ഓഫ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്, ബെർലിൻ റെവല്യൂഷൻ ഇൻ ഹിസ്റ്ററി റൈറ്റിംഗ്, റാങ്കെ, മാർക്സിസ്റ്റ് ഫിലോസഫി ഓഫ് ഹിസ്റ്ററി, സയൻറ്റിഫിക് മെറ്റീരിയലിസം, cyclical theory of history, Oswald Spengler, challenge and response theory, Toynbee, postmodernism in history. ഇതൊക്കെ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള കുറേ നോട്ട്സ് നമുക്ക് ഓൺലൈനായിട്ടും പുസ്തകങ്ങളിലായിട്ടും നമ്മൾ PG പഠിച്ചതൊക്കെ ഉണ്ടാവും. സോ ഇറ്റ്സ് നോട്ട് റിയലി ഡിഫിക്കൾട്ട്. സോ ഇനി നമ്മൾ പോകുന്നത് പേപ്പർ 1 പേപ്പർ 1 പലർക്കും വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു ഏരിയ കൂടിയാണ്. പേപ്പർ 1 ആവശ്യത്തിനുള്ള റിസോഴ്സസ് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. അതിന് പ്രോപ്പറായിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഏസ് ചെയ്യാൻ പറ്റുന്നൊരു പേപ്പറാണ് പേപ്പർ 1. സോ നമ്മൾ 2 ദിവസവും 3 ദിവസമൊക്കെയാണ് ഓരോ പേപ്പറിനും ഓരോ ടോപ്പിക്കിനും ഇട്ടിട്ടുള്ളത്. ആദ്യത്തെ 2 ദിവസം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ദെൻ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, റീഡിങ് കോംപ്രഹെൻഷനൊന്നും നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രോപ്പറാണെങ്കിൽ നിങ്ങൾ അതിന് ദിവസം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കമ്മ്യൂണിക്കേഷൻ കുറച്ച് കമ്പ്യൂട്ടറും ഇൻഫർമേഷൻ ടെക്നോളജിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. അത് കുറച്ചൊന്ന് നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രം കവർ ചെയ്താൽ മതി. കുറച്ച് വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. നെക്സ്റ്റ് റീസണിങ് ഇൻക്ലൂഡിങ് മാത്സ്, ദെൻ ലോജിക്കൽ റീസണിങ്. അതാണ് പലർക്കും കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഏരിയ. ബട്ട് പ്രോപ്പറായിട്ടൊന്നിരുന്നാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ലോജിക്കൽ റീസണിങ്. ദെൻ ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ദെൻ പീപ്പിൾ ആൻഡ് എൻവയോൺമെൻറ്റ്, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ദെൻ നമ്മൾ ലാസ്റ്റ് മന്തിലേക്ക് വരികയാണ്. ഇതാണ് നമ്മുടെ റിവിഷൻ മന്ത്. ഇത് ടോപ്പിക് വൈസ് ഞാനിതിൽ എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ വായിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് മുന്നേയുള്ള നമ്മളുടെ ഓർഡർ അനുസരിച്ച് റിവൈസ് ചെയ്യാൻ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് റിവിഷൻ നടക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെ പുസ്തകങ്ങളാണ് നിങ്ങൾക്കിത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളത്. കുറേ ബുക്കുകളും റിസോഴ്സസും നമുക്ക് ഓൺലൈനായിട്ടും അല്ലാതെ ഫിസിക്കലായിട്ടും നമ്മൾ PG പഠിച്ചതായിട്ടൊക്കെ അവൈലബിളാണ്. സോ നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഫോണോ ലാപ്ടോപ്പോ കയ്യിലുണ്ടെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന പുസ്തകങ്ങളാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കേണ്ട, മസ്റ്റായിട്ട് വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് എ ഹിസ്റ്ററി ഓഫ് ആൻഷ്യൻ്റ് ആൻഡ് ഏർലി മെഡീവൽ ഇന്ത്യ ബൈ ഉപീന്ദർ സിംഗ്. ഇത് ഫിസിക്കലായിട്ട് കോപ്പി വാങ്ങാൻ സാധിക്കുന്നവർ വാങ്ങുന്നത് നല്ലതായിരിക്കും. ചീപ്പായിട്ട് കിട്ടുന്ന ബുക്ക് മാർക്കറ്റിലൊക്കെ പോയാൽ 200 രൂപയൊക്കെ ആയിട്ട് അത്രയും കുറച്ച് വരെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അത്രയും പോപ്പുലറായിട്ട് കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു പുസ്തകം കൂടിയാണ്. ഇത് വാങ്ങുമ്പം അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് പല പല എഡിഷൻസ് ഉണ്ടാവും. ഫസ്റ്റ് എഡിഷനാണ് ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് എഡിഷൻ ഐ തിങ്ക് അത് പച്ച കളറിലുള്ളൊരു പുസ്തകമാണെന്നാണ് എൻ്റെ ഓർമ്മ. സോ സെക്കൻഡ് എഡിഷൻ ആകുമ്പം ഇതിൽ നിന്ന് കുറച്ചുകൂടി എഡിറ്റഡ് ആയിട്ട് കുറച്ചുകൂടി ഡാറ്റ അവർ ആഡ് ചെയ്തതിന് ശേഷമാണ് സെക്കൻഡ് എഡിഷൻ പുറത്തിറക്കിയിട്ടുള്ളത്. സോ പരമാവധി നമ്മൾ പുസ്തകം വാങ്ങുമ്പം എഡിഷൻ ഏതാണെന്ന് നോക്കിയിട്ട് റിവൈസ്ഡ് ആയിട്ടുള്ളത് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇനി ഓൺലൈനായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യേണ്ട സൈറ്റ് കാണിച്ചു തരാം.
എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഇൻ്റർനെറ്റ് ആർക്കൈവിൽ ഈ ഒരു പുസ്തകം PDF രൂപത്തിലും EPUB രൂപത്തിലും അവൈലബിൾ ആണ്. EPUB രൂപത്തിൽ ഇൻ്റർനെറ്റ് ആർക്കൈവ്സിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറേ മിസ്റ്റേക്സ് വരാനുള്ള സാധ്യതയുണ്ട്. PDF-നായിരിക്കും ഇൻ്റർനെറ്റ് ആർക്കൈവിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ബെറ്റർ ഓപ്ഷൻ. പിന്നെ വേറൊരു സൈറ്റ് എന്ന് പറയുന്നത് apna.org ആണ്. നിങ്ങൾക്ക് ഇതിലേതാണ് കൺവീനിയൻറ്റ് എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇൻ്റർനെറ്റ് ആർക്കൈവ്സിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ആളുകൾ ഹിസ്റ്ററി ഓഫ് ആൻഷ്യൻ്റ് ആൻഡ് ഏർലി മെഡീവൽ ഇന്ത്യ ഉപീന്ദർ സിംഗ് എന്ന് ആർക്കൈവ്സ് എന്നുകൂടി ചേർത്തുകൊണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. എന്നിട്ട് വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു പേജിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് 3 കുത്തുകൾ കാണാം. ആ കുത്തുകൾ ക്ലിക്ക് ചെയ്താൽ ഈ വരുന്നൊരു ഭാഗം കാണാം. അതിൽ ഡൗൺലോഡബിൾ ഫയൽസ് 2 ഫോർമാറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഗെറ്റ് PDF, ഗെറ്റ് EPUB എന്ന് 2 ഓപ്ഷൻസ് വരും. അതിൽ ഗെറ്റ് PDF ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ PDF ഡൗൺലോഡ് ആവും. ഇനി ഈ ഒരു പുസ്തകത്തിൻ്റെ എല്ലാ കണ്ടൻറ്റും നമുക്ക് നെറ്റിന് ആവശ്യമല്ല എന്നല്ല പറയുന്നത്, പക്ഷേ നമുക്ക് ഈ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്ത് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യാൻ പോസിബിൾ അല്ല. സോ നമ്മൾ ഇതിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് വേണ്ട പോയിൻറ്റ്സ് മാത്രം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് കവർ ചെയ്യാനാണ് മാക്സിമം ശ്രമിക്കേണ്ടത്. ഈ ഒരു ഫസ്റ്റ് ഭാഗത്തിൽ ഈ സോഴ്സസ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് നെറ്റിനും വരുന്നൊരു ഭാഗമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊന്ന് കടന്നു പോകേണ്ടതുണ്ട്. ദെൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള പാലിയോലിത്തിക് ആൻഡ് മെസോലിത്തിക് ഏജ്, പാലിയോലിത്തിക് മെസോലിത്തിക് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വേറെ വേറെ ഭാഗങ്ങൾ പറയുന്നുണ്ട്. ദെൻ നിയോലിത്തിക് ഏജ്, ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇത് നമ്മൾ പാസീവായിട്ട് വായിച്ചാൽ പോലും കുറേ കാര്യങ്ങൾ നമ്മളെ മൈൻഡിലേക്ക് സ്റ്റിക്ക് ചെയ്യും. ദെൻ വേദിക് പീരീഡ്, ഋഗ്വേദ, അതുപോലെ ഇൻഡോ ആര്യൻസിനെ കുറിച്ചുള്ള ആര്യൻ ഡിബേറ്റൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. ദെൻ നിയോലിത്തിക്, ചാൽക്കോലിത്തിക് ആൻഡ് ചാൽക്കോലിത്തിക് കൾച്ചേഴ്സ്, പിന്നെ മഹാജനപദാസ്, 16 ഗ്രേറ്റ് സ്റ്റേറ്റ്സ്. പിന്നെ നമുക്ക് വേണ്ട ഏർലി ഇന്ത്യൻ ഹിസ്റ്ററി വരെയുള്ള, അതായത് ഏർലി മെഡീവൽ പീരീഡ് വരെയുള്ള കുറേ ടോപ്പിക്സ് നമുക്കിതിൽ തന്നെ കിട്ടുന്നതാണ്. അജീവികാസ്, ഏർലി ബുദ്ധിസം, ഏർലി ജൈനിസം, മൗര്യൻ എംപയർ, അശോകാസ് പോളിസി, അശോകാസ് ധർമ്മ, പില്ലാർ എഡിക്ട്സ്, ശുംഗാസ്, ഇന്തോ ഗ്രീക്സ്, ശക പഹ്ലവാസ് or Scythoparthians, Kushans, Shaka, Satavahana, Chera, Cholas and Pandyas. Trade and traders, Indian philosophy, Puranic Hinduism, religious architecture and sculpture, early Hindu temples and sculpture, Buddhist architecture and sculpture, Gupta dynasty, Vakatakas, then land grants, urban history, Tantra, Vaishnava, Shaivism, goddess, the cult of the great goddess, sculpture, Sanskrit literature, astronomy, mathematics, medical knowledge, Chalukyas, Deccan and Rajputs എന്ന് തുടങ്ങി കുറേ വൈഡായിട്ടുള്ള ടോപ്പിക്സ് നമുക്ക്, അതായത് നമ്മുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട കുറേ പോയിൻറ്റ്സ് നമുക്ക് ഈ ഒരു പുസ്തകത്തിൽ തന്നെ ലഭിക്കുന്നുണ്ട്. ലൈക്ക് പല്ലവ, ചോള, ടെമ്പിൾ ആർക്കിടെക്ചർ വരെയുള്ളത് പറഞ്ഞിട്ടാണ് ഈ ഒരു പുസ്തകം നിർത്തുന്നത്. ദെൻ നമുക്ക് ഇന്ത്യാസ് ആൻഷ്യൻ പാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് RS ശർമ്മയുടെ മറ്റൊരു പുസ്തകമുണ്ട്. ഇത് പലരും PGക്ക് വേണ്ടിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇതും നമുക്ക് ആൻഷ്യൻ്റ് ഇന്ത്യ കവർ ചെയ്യാൻ വളരെ സിംപ്ലി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചെറിയ പുസ്തകമാണ്. ഇതിൽ പലപ്പോഴും ഡയറക്റ്റായിട്ട്, അതായത് മെസോലിത്തിക്, നിയോലിത്തിക് ആ ടൈമിൻ്റെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് മുന്നേ ഈ ഒരു പുസ്തകത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ബുക്കും ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ബൈജൂസ് എക്സാം പ്രെപ്പ്, ഇൻ്റർനെറ്റ് ആർക്കൈവ്സ്, ഓഫീസസ് പൾസ് തുടങ്ങിയ സൈറ്റുകളിലൊക്കെ ഫ്രീ ഡൗൺലോഡബിൾ ഫോർമാറ്റിൽ PDF അവൈലബിൾ ആണ്. ഇതിൻ്റെ കണ്ടൻസും ഇതിൻ്റെ റിലവൻസൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഓൾറെഡി നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ടുണ്ട്. സോ ഇഫ് യു വാണ്ട് ടു ലുക്ക് ക്ലോസ്, സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ പോസ് ചെയ്യുകയോ ചെയ്തിട്ട് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. നെക്സ്റ്റ് റെഫർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പുസ്തകമാണ് ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ ബൈ നിതിൻ സിംഘാനിയ. ഇതും വാങ്ങുമ്പം നിങ്ങൾ ഏത് എഡിഷനാണെന്ന് നോക്കണം. ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള എഡിഷൻ മാത്രം വാങ്ങാൻ ശ്രമിക്കുക. ഇത് ഓൺലൈൻ ഫ്രീ അവൈലബിൾ ആണ്. ഗോന്ദ്വാന യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ആർട്ട് ആൻഡ് കൾച്ചർ നിതിൻ സിംഘാനിയ PDF എന്ന് അടിച്ചാൽ ഇതാണ് ഫസ്റ്റ് ടോപ്പിൽ വരുന്നത്.
നമുക്ക് സിലബസുമായിട്ട് ബന്ധപ്പെട്ട കുറേ ടോപ്പിക്സ് ഇതിൽ വരുന്നുണ്ട്. സോ ഞാനിത് സ്കിപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വേണ്ടവർക്ക് പോസ് ചെയ്ത് വായിക്കാം. മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് ഹിസ്റ്ററി ഓഫ് മെഡീവൽ ഇന്ത്യ ബൈ സതീഷ് ചന്ദ്ര. ഇതിൽ നമ്മളുടെ സിലബസിൽ പറയുന്ന കുറേ കോർ ടോപ്പിക്സ് പറയുന്നുണ്ട്. ഇൻ്റർനെറ്റ് ആർക്കൈവ്സ്, എഡ്യൂക്രാറ്റ്, IAS തുടങ്ങിയ സൈറ്റുകളിൽ ഇതിൻ്റെ PDF അവൈലബിൾ ആണ്. ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ടോപ്പിക്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ റൗണ്ട് ചെയ്തിട്ടുണ്ട്. സിലബസിൽ പറയുന്ന ഓർഡറിൽ തന്നെ കുറേ ടോപ്പിക് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഐ തിങ്ക് ദിസ് വിൽ ബി സോ മച്ച് ഹെൽപ്ഫുൾ. ദെൻ മോഡേൺ ഇന്ത്യയിലേക്ക് വരുമ്പം എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം സ്പെക്ട്രമാണിത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ ബ്രീഫായിട്ട് ക്യാപ്സ്യൂളായിട്ട് ഓൾറെഡി നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളൊരു പുസ്തകമാണ്. സോ ഇത് വാങ്ങുന്നതോ അല്ലെങ്കിൽ PDF ഡൗൺലോഡ് ചെയ്യുന്നതോ നിങ്ങൾക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. വാങ്ങുന്നതാണെങ്കിൽ 400-500 അറൗണ്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ബട്ട് ഓൺലൈൻ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. UPSC-aspirants.co.in എന്ന സൈറ്റിൽ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ പുസ്തകത്തിൻ്റെ PDF അവൈലബിൾ ആണ്. ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിലാണ്, സ്കാൻഡ് കോപ്പി അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നോട്ട് മേക്കിങ്ങിൽ വളരെ ഈസി ആൻഡ് മോർ ഹെൽപ്ഫുൾ ആയിരിക്കും. അഗെയിൻ ടോപ്പിക്സ് ഞാൻ ഇവിടെ കണ്ടൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല, കുറച്ച് ലെങ്തിയാണ്. നമ്മൾ പ്ലാനറും ടോപ്പിക്സും ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു കുറേ ഡിബേറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ആർഗ്യുമെൻ്റ് പറഞ്ഞത് ആരാണ്, ഇദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ് എന്താണ് എന്നൊക്കെ. ഈ ഒരു ആസ്പെക്റ്റിൽ നിന്ന് മോഡേൺ ഹിസ്റ്ററി മനസ്സിലാക്കാൻ പറ്റിയൊരു പുസ്തകമാണ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ. ഇതിൻ്റെ ഓഥറാണ് ഇഷിത ബാനർജി ദുബെ. ഫിസിക്കലി വാങ്ങുവാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പുസ്തകമാണ്. ബട്ട് ഇൻ്റർനെറ്റ് ആർക്കൈവ്സിലും ടോളിനോ എന്ന് പറയുന്ന സൈറ്റിലും ഇതിൻ്റെ PDF ഫ്രീ റെഡിലി അവൈലബിൾ ആണ്. മോഡേൺ ഇന്ത്യക്ക് നിങ്ങൾക്കൊരു ടെക്സ്റ്റ് ബുക്ക് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കൃതിയാണ് ബിപിൻ ചന്ദ്രയുടെ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ. ടെക്സ്റ്റ് ബുക്ക് edkt.net, ഇൻ്റർനെറ്റ് ആർക്കൈവ്സ് തുടങ്ങിയ വെബ്സൈറ്റ്സിൽ ഇതിൻ്റെ PDF അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്കാൻഡ് കോപ്പി അല്ല എന്ന് ഉറപ്പ് വരുത്തണം. സ്കാൻഡ് കോപ്പി ആകുമ്പോൾ നിങ്ങൾക്ക് അതിന് കോപ്പി പേസ്റ്റ് ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും. ഇനി നമ്മൾ നോക്കുന്നത് നെറ്റ് പ്രിപ്പറേഷൻ അല്ലാതെയായിട്ടും UPSC SSC പ്രിപ്പറേഷനൊക്കെ വേണ്ടിയിട്ട് കുറേ വെബ്സൈറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിലൊക്കെയുള്ള നോട്ട്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വെബ്സൈറ്റ്സിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തേത് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആൻസർ പ്രാക്ടീസ് ചെയ്യാൻ വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ലൈക്ക് ഞാനൊരു ടോപ്പിക്ക് പഠിക്കുകയാണ്, ഫോർ എക്സാമ്പിൾ ബുദ്ധിസം. സോ ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ആയിട്ട് പല പരീക്ഷകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. ഇതിന് ക്വസ്റ്റ്യൻ്റെ ആൻസറും ഉണ്ടാവും, ആൻസറിൻ്റെ എക്സ്പ്ലനേഷനും ഇതിൽ ഉണ്ടാവും. സോ നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ പാറ്റേൺ ഫോളോ ചെയ്യാനും അതുപോലെ നമ്മൾ പഠിച്ച ടോപ്പിക്ക് ഒന്ന് റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നോക്കാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് ലഭിക്കുന്ന ഒരു സൈറ്റാണ് വജ്രം ആൻഡ് രവി. കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പോയിൻ്റ് ആയിട്ടുള്ള അതായത് ബുള്ളറ്റ് നോട്ട്സ് കിട്ടുന്ന വേറൊരു സൈറ്റാണ് ഓൺലി IAS ബൈ ഫിസിക്സ് വാല. മറ്റൊരു ബുള്ളറ്റ് പോയിൻറ്റ്സ് നമുക്ക് ലഭിക്കുന്ന സൈറ്റാണ് ബൈജൂസ് ദ ലേണിംഗ് ആപ്പ്. അൺഅക്കാദമിയുടെ സൈറ്റിലും കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് അവൈലബിൾ ആണ്.
മറ്റൊരു സൈറ്റാണ് ദൃഷ്ടി IS സൈറ്റ്. ഇതിലും കുറേ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട കുറേ നോട്ട്സ് കാണാൻ സാധിക്കും. നെറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പം നമുക്ക് വരുന്നൊരു ചാലഞ്ചാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് കണ്ടുപിടിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഒരു ഷിഫ്റ്റിൻ്റെ കിട്ടിയാൽ മറ്റേ ഷിഫ്റ്റിൻ്റെ കിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഇയറിൻ്റെ കിട്ടിയാൽ അടുത്ത ഇയറിൻ്റെ കിട്ടില്ല. അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് ഇത് ഓർഗനൈസ് ചെയ്തിട്ടൊന്ന് അനലൈസ് ചെയ്യാനൊന്നും സാധിക്കില്ല. സോ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പൊതുവേ ഗൂഗിളിൽ അടിച്ചു നോക്കിയിട്ട് PDF ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓർഡറിലല്ല ലഭിക്കുന്നത്. സോ ഇതിനൊരു സൊല്യൂഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ടെക്സ്റ്റ് ബുക്ക് നല്ലൊരു സൈറ്റാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ PDF പോലെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മളതിൽ സൈൻ ഇൻ ചെയ്യുകയൊക്കെ വേണ്ടതുണ്ട്. സോ PW ലൈവ്, ടെക്സ്റ്റ് ബുക്ക്, ADA 247 തുടങ്ങിയ സൈറ്റുകളൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെന്ന് കാണിക്കും. ബട്ട് ഇവിടെ നിന്ന് നമുക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല. സോ ഇതൊന്നും യൂസ് ചെയ്യരുത് എന്നാണ് എൻ്റെ അഡ്വൈസ്. ക്വസ്റ്റ്യൻ ആൻസർ പ്രാക്ടീസ് ചെയ്യാൻ അത് യൂസ് ചെയ്യാം. ബട്ട് PDF ഫോമിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓർഡറിൽ ഡൗൺലോഡ് ചെയ്യാൻ examrace.com എന്ന് പറയുന്ന സൈറ്റാണ് ബെസ്റ്റ്. ഇതിൽ നിങ്ങൾക്ക് കാണാം 2023, 22, 21, 20 അങ്ങനെ ഓർഡറിൽ എല്ലാ പേപ്പേഴ്സും ഇതിൽ അവൈലബിളാണ്. പഠിച്ചിട്ട് റിവൈസ് ചെയ്യുന്നതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ പ്രാക്ടീസ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷൻ എന്താണ്? ടെക്സ്റ്റ് ബുക്കാണ്. പിന്നെ നമുക്ക് ChatGPT, Gemini പോലെയുള്ള സൈറ്റ്സ് നമുക്ക് പ്രാക്ടീസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ വർത്തമാന മഹാവീര എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തു. സോ ഇത് വായിച്ച് പഠിച്ചതിന് ശേഷം എനിക്ക് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് വേണം, ലൈക്ക് ഫ്രഷ്ലി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ChatGPT, Geminiയിലോ കയറിയിട്ട് മേക്ക് 20 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഓൺ വർത്തമാന മഹാവീര എന്ന പോലെയുള്ള പ്രോംപ്റ്റ്സ് കൊടുക്കാം. അപ്പോൾ കുറച്ച് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. കുറച്ചൊരു പ്രോംപ്റ്റ് കോംപ്ലക്സ് ആക്കിയിട്ട് കണ്ടൻറ്റ് നിങ്ങൾ കൊടുത്തിട്ട് വേണമെങ്കിൽ ChatGPTനോട് Geminiനോട് ചോദിക്കാം, ഇതിൽ നിന്ന് കുറച്ച് കോംപ്ലക്സ് ആയിട്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കാം. സോ അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ്. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഗുഡ് സൈറ്റാണ് StudyAdda. സോ നമ്മൾ ഈ വീഡിയോ റാപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നുവെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഇഷ്യൂസോ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ലക്ക് ഫോർ യുവർ പ്രിപ്പറേഷൻ. ബൈ.